നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഈശ്വരവിശ്വാസികളും ആത്മീയവാദികളും മൃദുവായും സംസാരിക്കുന്നവരായിരിക്കും. ശാസ്ത്രജ്ഞാനമുള്ളവരും ധർമ്മിഷ്ഠതയുള്ളവരും സത്യസന്ധതയുള്ളവരുമായിരിക്കും. ആകർഷകത്വം, നിഷ്കളങ്ക പ്രകൃതം, ദയാദാക്ഷിണ്യം, പരോപകാര താൽപ്പര്യം ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ആത്മനിയന്ത്രണമുള്ള ഇവരുടെ മനസ്സിലിരിപ്പ് മറ്റാർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ക്ലേശിക്കുന്നവരെ സഹായിക്കുന്ന ഒരു മനസ്സും ഇവരിൽ കാണാൻ കഴിയും. ഇവർ വലിയ ധൈര്യശാലികളെന്ന് പറയാൻ സാധിക്കുകയില്ല. അല്പമായ ആലസ്യവും ഇവർക്കുണ്ടായിരിക്കും. സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തിയെടുപ്പിക്കുവാനാണ് ഇവർ ശ്രമിക്കാറുള്ളത്. വലുപ്പ ചെറുപ്പമൊന്നും നോക്കാതെ തന്നെ എല്ലാവരോടും സഹകരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഇവർക്കുള്ളത്. വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും വിദ്യാസമ്പന്നരെ പോലെ തന്നെ അറിവും കാര്യബോധവും യഥാസമയം വിനിയോഗിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ള മൂക്കേൽ കെറു, ഇത് ഇവരിൽ കാണാൻ കഴിയും. അത് അടുത്ത നിമിഷം തന്നെ മാറിക്കിട്ടും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർ കർമ്മകൗശല്യമുള്ളവരായിരിക്കും. ഒരിക്കലും ഇവർ അലസന്മാരായിരിക്കില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുന്നവരുമല്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കും. ഉത്തമയായ ഭാര്യയെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം സൗഭാഗ്യകരമായിരിക്കും. സന്താന സൗഭാഗ്യത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കുമെന്നുള്ളതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, കാർത്തിക, മകയിരം. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖവും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ ഒരു ശുഭകർമ്മങ്ങൾക്കും ഇവർ സ്വീകരിക്കരുത്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്ന് തന്നെയാണ്. കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനവും മറ്റു പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് ഇവർക്ക് നല്ലതാണ്. ദശാനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ്. ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ, അന്നദാനം ഇവയൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നടത്താവുന്നതാണ്. ശനിയാഴ്ചയും ഉത്രട്ടാതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടുകൂടി തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവയൊക്കെ നടത്താവുന്നതാണ്. മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ നിറങ്ങളാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അഹർബുദ്ധിനിയാണ്. നക്ഷത്ര ദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം പശുവാണ്. നക്ഷത്രവൃക്ഷം കരിമ്പനയുമാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഇവർ സ്ത്രീയോനിയിൽപ്പെട്ടവരാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര പക്ഷി മയിലാണ്. ഭൂതം ആകാശവുമാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്രവൃക്ഷത്തെയും പരിപാലിക്കുക. അത് അവരുടെ ആയുരാരോഗ്യത്തിന് നല്ലതാണ്.
ഉത്രട്ടാതി നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ ഗ്രഹനില കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.